ഹലോ കുട്ടികളെ, നിങ്ങളുടെ MBBS എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി 2026 മെയ് മാസം നടക്കുന്ന നീറ്റ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ്റെ തുടക്കത്തിലാണെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കേട്ടോളൂ. നമ്മുടെ നീറ്റ് എക്സാം കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസും അതേമാതിരി ഒരു കുട്ടികളെ അത്ര അങ്ങനെ കുഴപ്പിക്കാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാലൊക്കെ അത് നമുക്ക് നല്ല സ്കോറിൽ എത്താൻ പറ്റുന്ന രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല സ്കോറായിരുന്നു കുട്ടികൾക്ക്. കുഴപ്പമില്ലാണ്ട് റിപ്പീറ്റും റിപ്പീറ്റൊക്കെ ചെയ്ത കുട്ടികൾക്കൊക്കെ കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റിയിരുന്നു. ബട്ട് ഈ വർഷം സംഭവം എല്ലാം മാറിയിരിക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സ് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ഈ വർഷത്തെ നീറ്റ് എക്സാം ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. കുട്ടികളെ വട്ടം കറക്കി. പ്രത്യേകിച്ച് ഫിസിക്സിൽ 45 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ ഓൺലി 15 ക്വസ്റ്റ്യൻസ്, ഓൺലി 15 ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലേ എന്ന് പറഞ്ഞ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ബാക്കി 30 ക്വസ്റ്റ്യൻസ് ഹയർ ഓർഡർ തിങ്കിങ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിൽ തന്നെ 2 ക്വസ്റ്റ്യൻസ് ഹയർ മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻസ് ഉള്ളതായിരുന്നു. ബാക്കി 28 ക്വസ്റ്റ്യൻസ് ആണെങ്കിലോ ഡിഫറെൻറ്റ് കോൺസെപ്റ്റുകൾ ക്ലബ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതേമാതിരി നല്ല പ്രോബ്ലം സോൾവിങ് സ്കില്ലുള്ള കുട്ടികൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്, അങ്ങനെയൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടോ പിന്നെ ഷോർട്ട് കട്ട് ഇക്വേഷൻസ് ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചുകൊണ്ടോ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫിസിക്സ് ഈ വർഷം നീറ്റ് റാങ്ക് ഡിറ്റർമിൻ ചെയ്യുന്നതിൽ, റാങ്ക് നിർണ്ണയിക്കപ്പെടുന്നതിൽ ഫിസിക്സിലെ പെർഫോമൻസ് വളരെ വലുതായിരിക്കും. ഇനിയുള്ള വർഷങ്ങളിൽ നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചേ പറ്റൂ. അതിന് നമ്മൾ വഴങ്ങിക്കൊടുക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ട പ്രിപ്പറേഷൻസ് നമ്മൾ ചെയ്യണം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ ഷോർട്ട് കട്ട് ഇക്വേഷൻ പഠിച്ചു വെക്കലല്ല നമ്മുടെ രീതി. നമ്മൾ ചെയ്യേണ്ടത് ഇനി ഒരു ക്വസ്റ്റ്യൻ വായിക്കുക, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ സോൾവ് ചെയ്യുന്ന മെത്തേഡ്സ് ഒക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മൈൻഡിലുണ്ടാവണം. എന്നിട്ട് ഫൈനൽ ഇക്വേഷനിലെത്തുമ്പോൾ ആ ഇക്വേഷൻ ഷോർട്ട് കട്ടായിട്ട് പഠിച്ചു വെക്കുന്നതിൽ തെറ്റില്ല. ആ ഇക്വേഷൻ മാത്രം പഠിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കരുത്. ആ ക്വസ്റ്റ്യൻ ആ ഷോർട്ട് കട്ട് ഇക്വേഷൻ വന്ന റൂട്ടൊക്കെ ക്ലിയറായി മനസ്സിലാക്കിയതിന് ശേഷം എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ക്വസ്റ്റ്യനിൽ വരുന്ന വേരിയേഷൻസ് ഒക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ വന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കേട്ടോ, എക്സാമ്പിളായിട്ട് ഞാൻ ഈ വർഷം വന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നോക്കുന്നാൽ ഇതാ, നിങ്ങൾ നോക്കൂ. There are 2 inclined surfaces of equal length L and same angle of inclination 45 degree with the horizontal. One of them is rough and the other is perfectly smooth. A given body takes 2 times as much time to slide down on rough surface than on the smooth surface. The coefficient of kinetic friction between the object and the rough surface is close to. ഈ വർഷം എഴുതിയവർക്ക് അറിയാം ഈ ക്വസ്റ്റിനെ പറ്റി. എഴുതാൻ പോകുന്നവരും ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ഈ നീറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന തൊട്ട് മുമ്പ് ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ് APMT എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് 2015 മുമ്പ്. ഇതേ ക്വസ്റ്റ്യൻ, ഒരു മാറ്റമില്ലാതെ. കേട്ടോ, അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മളെ ടെക്സ്റ്റ് ബുക്ക്, നമ്മുടെ ഒബ്ജക്റ്റീവ് ബുക്കിൽ നിന്നൊക്കെ അങ്ങ് പോയിരുന്നു. കാരണം ഇത് ചോദിക്കുന്നില്ല, അതാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. എന്താ സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 2 ഇൻക്ലൈൻഡ് സർഫസ് ഉണ്ട്. രണ്ടിൻ്റെയും ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ 45 ഡിഗ്രിയാണ്. ഒന്ന് റഫാണ്, ഒന്ന് സ്മൂത്താണ്. എന്നിട്ട് ഒരു ബോഡി ആ സർഫസിൻ്റെ ലെങ്ത് രണ്ടിനും സെയിം ആണ്, L ആണ്. മുകളിൽ നിന്ന് ഇടുന്നു, താഴെ എത്താൻ T സെക്കൻഡാണ് എടുത്തതെങ്കിൽ റഫ് സർഫസ് എടുക്കാൻ 2 ടൈംസ് എടുത്തു. എന്ന് വെച്ചാൽ സ്മൂത്ത് സർഫസിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, സ്മൂത്ത് സർഫസിൽ ഫ്രിക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ബോഡി ഇട്ട് കഴിഞ്ഞാൽ താഴെ എത്താൻ T സെക്കൻഡാണ് എടുത്തതെങ്കിൽ മറ്റേതോ 2 T സെക്കൻഡ്. റഫ് സർഫസിൽ T സെക്കൻഡ്, 2 T ട്വൈസ് എന്നാണ് പറഞ്ഞത്, 2 ടൈംസ് അല്ലേ. അപ്പോൾ 2 T സെക്കൻഡ് എടുത്തു. അങ്ങനെയാണെങ്കിൽ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എങ്ങനെയാണെന്നാ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ തിങ്ക് ചെയ്യണം. ഡയറക്റ്റ് അങ്ങ് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം അത് എങ്ങനെയാണെന്നുള്ളത്. നോക്കുന്നാൽ ഓക്കെ, 2 ഇൻക്ലൈൻഡ് സർഫസ് ഞാനിവിടെ വരയ്ക്കാം. ഇതാ, ഒന്ന് റഫാണ്, ഒന്ന് സ്മൂത്താണ്. തീറ്റ 45 ഡിഗ്രിയാണ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ. നിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിലുണ്ട്. ഓക്കെ, തീറ്റ 45 ഡിഗ്രി. ശ്രദ്ധിച്ചോണേ. ഇതാ, ഇത് സ്മൂത്ത് സർഫസ് ആണ്, ഇതെന്താ റഫാണ്, സ്മൂത്ത് റഫ്. ഓക്കെ, നമ്മൾ ഈ ഒരു ബോഡി ഇവിടുന്ന് ഞാൻ താഴേക്ക് ഇടുകയാണേ. അത് താഴെ ഇങ്ങനെ റോൾ ചെയ്ത് താഴെ എത്താൻ എത്ര സമയം എടുത്തു? T
ടി സെക്കൻഡ് എടുത്തു എന്ന് ഞാനങ്ങ് എടുക്കുകയാണ്. ടി ജനറലായിട്ട് നമുക്ക് പറയാം. ഇനി റഫാണ്. റഫാകുമ്പോൾ ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ട് പതുക്കെ താഴേക്ക് വരുള്ളൂ. അതുകൊണ്ട് എന്താ ഞാൻ പറയുകയാണ് എൻ ടൈംസ് ടി, എൻ ടി എന്ന് എടുക്കുകയാണ്. ജനറലൈസ് ക്വസ്റ്റ്യനിൽ 2 ടൈംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഒരു ഷോർട്ട് കട്ട് ഇക്വേഷനിലേക്ക് എങ്ങനെയാണ് എത്തുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഈ റൂട്ടൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫൈനൽ ഇക്വേഷൻ പഠിച്ചു വെച്ചാലും മതി. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെയും ഡിസ്റ്റൻസ്, രണ്ട് ലെങ്ത് ഓഫ് സർഫസ് സെയിം ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്മൂത്ത് സർഫസ് ആണെങ്കിൽ അപ്പം നിങ്ങൾ ഡിസ്റ്റൻസ് രണ്ടിലും സെയിം ആണ്. ഡിസ്റ്റൻസ് കവേർഡ് താഴെത്തുമ്പോഴേക്കും ബോഡി എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യും എന്നുള്ളത് എല്ലാമാണ്. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ കൊടുക്കുകയാണെങ്കിൽ ഇതാ യു 0 ആണ്, ഇവിടെയും യു 0 ആണ്, ഇനീഷ്യൽ വെലോസിറ്റി 0, ഡ്രോപ്ഡ്. അപ്പോൾ യു ടി 0, ഇവിടെ എന്താ ഹാഫ് എ ടി സ്ക്വയർ. ഇവിടെ സ്മൂത്ത് സർഫസ് ആണെങ്കിൽ അതൊക്കെ ബേസിക് ആണ്, ബേസിക് നോളജ് ആണ് ലോസ് ഓഫ് മോഷനിൽ. സ്മൂത്ത് സർഫസിലാണെങ്കിൽ, ഈ സ്മൂത്ത് ഇൻക്ലൈൻഡ് സർഫസിലാണെങ്കിൽ ആക്സലറേഷൻ ജി സൈൻ തീറ്റ അറിയണേ. റഫ് സർഫസ് ആണെങ്കിലോ ആക്സലറേഷൻ എന്താ വരിക, ജി സൈൻ തീറ്റ മൈനസ് നമ്മൾ ഫ്രിക്ഷൻ കൊണ്ടുണ്ടാവുന്ന ആക്സലറേഷൻ ഡിസലറേഷൻ മേലോട്ടുണ്ടാവും, മ്യൂ ജി കോസ് തീറ്റ അങ്ങനെയാണ് വരിക. അപ്പം നോക്കൂ, ഇത് സ്മൂത്താണ്. അപ്പോൾ എന്താ ജി സൈൻ തീറ്റ. എസ് ഇസ് ഈക്വൽ ടു യു ടി, യു ടി 0 ആയിപ്പോയി, ഹാഫ് എ ഇത് എ ആണ്, ടി സ്ക്വയർ. യെസ്, കഴിഞ്ഞു. ഇതോ എൽ ഇസ് ഈക്വൽ ടു യു ടി 0, അപ്പോൾ ഹാഫ് എ എന്താ ഇതാ ജി സൈൻ തീറ്റ മൈനസ് മ്യൂ ജി കോസ് തീറ്റ. ആക്സലറേഷൻ ഹാഫ് എ ടി സ്ക്വയർ, അപ്പോൾ ടിക്ക് പകരം എൻ സ്ക്വയർ ടി സ്ക്വയർ എന്ന് കൊടുക്കുക. എൻ ടി ആണ് സമയം എടുത്തു. അപ്പോൾ ഈ ഡിസ്റ്റൻസ് രണ്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മ്യൂ ആണ് കാണേണ്ടത്. മ്യൂ കാണാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഹാഫ് ജി സൈൻ തീറ്റ ടി സ്ക്വയർ, ഇവിടെ എന്താ ഹാഫ് ജി കോമൺ ആക്കി എടുത്തേ, എല്ലാത്തിലും രണ്ടിലും ഉണ്ട്, സൈൻ തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റ എൻ സ്ക്വയർ ടി സ്ക്വയർ. ഓക്കെ, ദെൻ കട്ട് ചെയ്യാൻ പറ്റുന്ന ഹാഫ് കട്ടായി, ജി കട്ടായി, ടി സ്ക്വയർ കട്ടായി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് സൈൻ 45 ആണ്. ഞാൻ 45 എന്ന് എടുത്തു. ഇവിടെയോ സൈൻ 45, ഇവിടെയോ മ്യൂ കോസ് 45 എൻ സ്ക്വയർ, വേറൊന്നുമില്ല. ഓക്കെ, അപ്പോൾ വാല്യൂ കൊടുക്കും 1/√2 ആണല്ലോ സൈൻ 45. അതേപോലെ തന്നെ ഇവിടെയും 1/√2, ഇതും കോസ് 45 1/√2 അല്ലേ. അപ്പോൾ അത് കോമൺ ആക്കി എടുത്ത് 1 മൈനസ് മ്യൂ എന്ന് കിട്ടും, എൻ സ്ക്വയർ എന്ന് കിട്ടി കേട്ടോ, ഇങ്ങനെ കിട്ടി. യെസ്, അപ്പോൾ ഇത് കട്ടായി, ഇവിടെ 1 കിട്ടി അല്ലേ. അപ്പോൾ 1 മൈനസ് മ്യൂ ഇൻറ്റു എൻ സ്ക്വയർ, എനിക്ക് മ്യൂ ആകാണ്ടേ. അപ്പോൾ ഞാനിതാ നോക്കിക്കോളൂ, ഇവിടെ 1/n സ്ക്വയർ, 1 മൈനസ് മ്യൂ ഇങ്ങോട്ട് എടുത്തു, മ്യൂ ഇസ് ഈക്വൽ ടു 1 മൈനസ് 1/n സ്ക്വയർ. ഒരു ഷോർട്ട് കട്ട് ഞാൻ ഉണ്ടാക്കിത്തരാം. മ്യൂ ഇസ് ഈക്വൽ ടു ഇതെന്താ കിട്ടുക, എൻ സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ എൻ സ്ക്വയർ. ഓക്കെ, ആക്ച്വലി ഇതാ ഈ ഇൻക്ലൈൻഡ് സർഫസ് സ്മൂത്തും റഫും ആണെങ്കിൽ എൻ എന്ന് പറഞ്ഞാൽ എന്താ, റഫിൽ എത്ര ടൈംസ് ആണ്, സ്മൂത്തിലേക്കാൾ എത്ര ടൈമാണ് എടുത്തത് എന്നാണ്. അങ്ങനെയാണ് കോഷ്യൻ ഓഫ് ഫ്രിക്ഷൻ കാണാൻ എൻ സ്ക്വയർ മൈനസ് 1 ബൈ എൻ സ്ക്വയർ എന്ന് ചെയ്താൽ മതി കേട്ടോ. ബട്ട് അത് 45 ഡിഗ്രി ആണെങ്കിൽ മാത്രം, വേറെ ഡിഗ്രിയൊക്കെ ആണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ റൂട്ട് ക്ലിയർ ആണെങ്കിലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ റൂട്ട് എപ്പോഴും നമുക്ക് ക്ലിയർ ആയിരിക്കണം. ഇത് ലെങ്ത് ഇക്വേറ്റ് ചെയ്തു, സ്മൂത്ത് റഫ് ആക്സലേഷൻസ് ഒക്കെ അറിയണം, കിട്ടിയത് ഇങ്ങനെ കിട്ടി കണ്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു കുട്ടി ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ ക്വസ്റ്റ്യനിൽ 45 വന്നെങ്കിൽ സിമ്പിൾ ഇതാ, ഇവിടെ n നമ്പർ ഓഫ് ടൈംസ് 2 ടൈംസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 2 എന്ന് വരും. അപ്പോൾ 2ൻ്റെ സ്ക്വയർ 4 മൈനസ് 1, 2ൻ്റെ സ്ക്വയർ 4, അപ്പോൾ എന്താ 3/4. ഇതെത്രയാ 0.75. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.75 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, ഇതാ ഓപ്ഷൻ എ ആണ് വരുന്നത്, 0.75. ഓക്കെ, യെസ്. അപ്പോൾ ഇതുപോലെ ഓരോ ക്വസ്റ്റ്യൻ്റെയും റൂട്ട് മനസ്സിലാക്കി ഇതിൻ്റെ എല്ലാ എന്താ പറയുക വഴികളും നമ്മൾ മനസ്സിലാക്കി പഠിച്ച് നീങ്ങി പോയി കഴിഞ്ഞാൽ അവസാനമാകുമ്പോഴേക്കും നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഏത് രീതിയിൽ ചോദിച്ചാലും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാവും. അപ്പോൾ നിങ്ങൾ ഇനിയുള്ള പ്രിപ്പറേഷനിൽ നിങ്ങൾ ഇതുപോലെ ഉള്ള ക്വസ്റ്റ്യൻസ്, പഴയ APMD ക്വസ്റ്റ്യൻസ്, AEEE ക്വസ്റ്റ്യൻസ്, അതൊക്കെ
ചെയ്ത് ഒന്ന് എല്ലാ റൂട്ടുകളും മനസ്സിലാക്കി ചെയ്ത് പഠിക്കണം. ഓക്കെ, താങ്ക് യു.